പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അധികം ശിക്ഷാവധി വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ അനേകരും ഉപദേഷ്ടാക്കന്മാരാകരുത്. നിങ്ങളെല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുവാൻ ശക്തിയുള്ള സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. അപ്പോൾ ഇവിടെ മനുഷ്യൻ വാക്കിൽ തെറ്റിയാൽ ശിക്ഷാവിധി ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ഉപദേഷ്ടാക്കന്മാരായിരുന്നു കൊണ്ട് തന്നെ അവൻ്റെ വായിൽ വരുന്നതെല്ലാം തെറ്റായ കാര്യം വിളിച്ചു പറഞ്ഞാൽ മനുഷ്യൻ്റെ ദൈവത്തോട് ഉള്ള ഭക്തി കുറഞ്ഞു പോകുന്ന വിധത്തിലോ മനുഷ്യൻ്റെ ഇടയിൽ ഭിന്നത സൃഷ്ടിക്കുന്ന വിധത്തിലോ ഏതെങ്കിലും ദ്രവ്യാഗ്രഹമോ അതിൽ മറ്റേതെങ്കിലും പാപചിന്തകൾ ഉണ്ടാകുന്ന വിധത്തിലോ മനുഷ്യൻ്റെ നാവിൽ നിന്ന് ദോഷമായ വാക്കുകൾ പുറപ്പെട്ടാൽ എത്ര വലിയ ഉപദേശിയാണെങ്കിലും ശിക്ഷാവിധി ഉണ്ടാകും. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അനേകരും എല്ലാവരും തന്നെ പലതിലും തെറ്റിപ്പോകുന്നു. വാക്കിൽ തെറ്റാതെ ജീവിക്കാൻ കഴിയുന്നവൻ ഉപദേശിക്കട്ടെ, അല്ലാത്തവൻ മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു 3.5 വർഷക്കാലം ലോകത്തിൽ നമ്മുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിച്ചു. 10,000-കണക്കിന് ആളുകൾ ദിവസേന യേശുവിനെ തിക്കിത്തിരക്കിക്കൊണ്ട് നടന്നു. ധാരാളം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളെല്ലാം യേശു ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിൽ പുരോഹിതന്മാരും പരീശന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരൊക്കെ ധാരാളം ആളുകൾ യേശുവിനെ ഏത് വിധത്തിലെങ്കിലും നശിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി യേശുവിന് ചുറ്റി കൂടി. വാക്കിൽ അവനെ തെറ്റിക്കാനാണ് ഏറ്റവും ശ്രമം നടത്തിയത്. ഫസ്റ്റിലെ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഗുരു, നിനക്ക് ഈ അധികാരമൊക്കെ ആരാണ് തന്നത്? യേശു പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, യോഹന്നാൻ്റെ സുവിശേഷം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഉത്തരം പറയാൻ പറഞ്ഞു. അവർ തമ്മിൽ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് അത് വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കും. മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ യോഹന്നാനെ വലിയൊരു പ്രവാചകനായിട്ട് എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടനെ പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ പ്രശ്നം ഉണ്ടാക്കും. യോഹന്നാൻ സ്നാനം മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ യോഹന്നാനെ കളിയാക്കിയതായിട്ട് വരും. അപ്പോൾ മനുഷ്യൻ സമ്മതിക്കുകയില്ല. ഉടനെ ശാസ്ത്രിമാരും പുരോഹിതന്മാരെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, എന്നാൽ ഞാനും ഇത് എവിടെ നിന്നാണെന്ന് ഞാനും പറയുന്നില്ല, ഈ അധികാരം തന്നത് എവിടെ നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല. അവിടെയും യേശുവിനെ വാക്കിൽ മുട്ടിക്കാൻ പറ്റിയില്ല. ഉടനെ യേശു ഒരു സംഭവം, ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിൽ ഒരു ചക്ക് കുഴിച്ചിട്ട് അത് തോട്ടം നോക്കാനായിട്ട് കുടിയാന്മാരെ ഏൽപ്പിച്ചു. തോട്ടത്തിൻ്റെ ഫലം എടുക്കേണ്ട സമയമായപ്പോൾ ഉടമസ്ഥൻ ദാസന്മാരെ അയച്ചു. ദാസന്മാരെ അവർ ഓടിച്ചു കളഞ്ഞു, കല്ല് പെറുക്കി ഓടിച്ചു. അവൻ രണ്ടാമതും ദാസനെ അയച്ചു, അവനെയും ഓടിച്ചു. അങ്ങനെ 3-ാം പ്രാവശ്യവും അയച്ചു.
ദാസന്മാരെന്ന് ഉദ്ദേശിക്കുന്ന പ്രവാചകന്മാരാണ്. ഈ പ്രവാചകന്മാർ ആ കാലഘട്ടങ്ങളിലുള്ള പുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരെല്ലാം കൂടി കല്ലെറിഞ്ഞ് ഓടിക്കുകയും ചിലരെല്ലാം കൊന്നുകളയുകയൊക്കെ ചെയ്തു. അവസാനം തോട്ടത്തിൻ്റെ ഉടയൻ പറഞ്ഞു, ഞാൻ എൻ്റെ പുത്രനെ പ്രിയപുത്രനെ അയക്കും, അവനെ അവർ മാനിക്കും എന്ന് പറഞ്ഞു. പക്ഷേ പുത്രനെ അയച്ചു. പുത്രൻ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇതാണ്ട് അവകാശി, നാം അവനെ കൊന്ന് അവകാശം നമുക്ക് സ്വന്തമാക്കാമെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് തോട്ടത്തിന് വെളിയിലാക്കി കൊന്നുകളഞ്ഞു. തോട്ടത്തിൻ്റെ ഉടയൻ വരുമ്പോൾ എന്തു ചെയ്യും? അവരെ നിഗ്രഹിച്ച് തോട്ടത്തിന് പുറത്താക്കിയിട്ട് തോട്ടം വേറെ അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് ദൈവരാജ്യ സുവിശേഷം ജാതികളായ മറ്റുള്ള ആളുകളുടെ കയ്യിലേക്ക്, അതായത് നമ്മളെയൊക്കെ കയ്യിൽ വരാൻ കാരണം. പരീശന്മാരും ശാസ്ത്രിമാരെല്ലാം കൂടി പറഞ്ഞു, ഇത് ഞങ്ങളെക്കുറിച്ചാണ് നീ പറഞ്ഞത് എന്ന് അവർക്ക് ബോധ്യമായി. ഉടനെ യേശു പറഞ്ഞു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി എന്ന് പറയുന്നത് എന്ത്? ഈ കല്ലുമേ വീഴുന്നതിനൊക്കെ തകർന്നു പോകും. ഈ കല്ല് ആരുടെ മേൽ വീഴുന്നോ അവനെ തുളിയാക്കും എന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് കലി വർദ്ധിച്ചു. ഇവനെ ഇനി ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന തീരുമാനത്തിലേക്ക് അവർ വന്നു. അവനെ പിടിച്ച് ശാസ്ത്രിമാരുടെ ആ ദേശാധിപതിയുടെ മുമ്പിലാക്കിയിട്ട് അവന് തക്ക ശിക്ഷ കൊടുത്ത് ഭൂമുഖത്ത് തന്നെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ ഒരു വിഷയം കൊണ്ടുവന്നു. അതിലെ പ്രധാനികളായിട്ടുള്ള ആളുകൾ ഒരു ഭയങ്കര കുടുക്ക് ചോദ്യം ചോദിക്കുകയാണ്. നീ എല്ലാം നേരായി പഠിപ്പിക്കുന്നവനും തെറ്റില്ലാതെ സംസാരിക്കുന്നവനുമൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഞങ്ങളൊരു കാര്യം ചോദിക്കുകയാണ്, കൈസർക്ക് നികുതി കൊടുക്കുന്നത് ശരിയോ തെറ്റോ? ഒന്ന് പറ. ശരി എന്ന് പറഞ്ഞാൽ അതിനെ കൈസർ നിയമത്തിന് വിരുദ്ധമായി നീ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് അത് പറയും. തെറ്റാണെന്ന് പറഞ്ഞാൽ യേശുവിനെ കയ്യോടെ പിടിച്ച് ബന്ധിച്ച് ദേശാധിപതിയുടെ അടുത്ത് കൊണ്ടുപോകാൻ കാരണമാകും. ശരിയെന്നും പറയത്തില്ല, തെറ്റെന്നും പറയത്തില്ല. യേശു പറഞ്ഞു, ഒരു നാണയം നിങ്ങൾ കൊണ്ടുപോവാ. ഒരു നാണയം യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഈ നാണയത്തിലെ ലിഖിതം ആരുടേതാണ്? അവർ പറഞ്ഞത് കൈസറുടേത്. യേശു പറഞ്ഞു, എന്നാൽ കൈസർക്കുള്ളത് കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കും. പ്രിയമുള്ളവരെ, അവൻ്റെ ഉത്തരത്തിൽ എല്ലാവരും വിസ്മയിച്ചു. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വാക്കിൽ തെറ്റിയില്ല, ഒരിടത്തും തെറ്റിയില്ല. എത്ര പണ്ഡിതന്മാർ നോക്കിയിട്ടും തെറ്റിയില്ല. യേശുവിനെ അടിക്കുകയും ഇടിക്കുകയും അവൻ്റെ മുഖത്ത് കാർക്കി തൂപ്പുകയും തലയിൽ മുൾമുഴി അടിക്കുകയും ചാട്ടവാറിനെ അടിക്കുകയും കുരിശു ചുമപ്പിക്കുകയും എന്തെല്ലാം ചെയ്തെങ്കിലും യേശുവിനെ ഏതെല്ലാം വിധത്തിൽ ആക്ഷേപിച്ചു, പരിഹസിച്ചു. യേശുവിൻ്റെ വായിൽ നിന്ന് ദോഷമായ ഒരു വാക്കും പുറപ്പെട്ടില്ല. നമ്മുടെ ജീവിതവും ഇതുപോലെ മാതൃകയാകാൻ ആഗ്രഹിക്കുക. എന്ത് ചെയ്താലും യേശു എൻ്റെ ജീവിതത്തിലെ എൻ്റെ മാതൃകയാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതെന്ന് തെളിവ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു വാക്കിലും തെറ്റരുത്. അതാണ്, തെറ്റാതെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിനുള്ളവർ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ദൈവത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടി ഇങ്ങനെ ജീവിക്കരുത്. ഇന്ന് ഒരുപാട് ആളുകൾ ലോകപ്രിയം കൊണ്ട് നടക്കുക, ദ്രവ്യാഗ്രഹവും ലോകത്തിൻ്റെ പല മോഹങ്ങളും വെച്ചുകൊണ്ട് അത് വിട്ടുകളയാൻ പറ്റുകയില്ല. എന്നാൽ ദൈവത്തോടും സ്നേഹമുണ്ട്. രണ്ട് സ്നേഹവും ഒത്തൊരുമിച്ച് പോകുന്നതല്ല. ദൈവത്തോടുള്ള സ്നേഹം അപ്പോൾ ലോകത്തോട് ഒട്ടും സ്നേഹം പറ്റുകയില്ല. ലോകത്തെ സ്നേഹിക്കുന്ന മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കാനും പറ്റുകയില്ല. ഇത് രണ്ടും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം അല്ല പ്രിയരെ. അതുകൊണ്ട് ലോകസ്നേഹം വിട്ട്
ദൈവസ്നേഹത്തിലാകുക. ദൈവം എന്നോട് എന്ത് പറഞ്ഞാലും ഞാനത് തീർച്ചയായും അനുസരിക്കും. എന്തെല്ലാം പ്രതികൂലം വന്നാലും ഞാൻ അനുസരിക്കും എന്നുള്ള ഉറച്ച ബോധ്യത്തെ മുന്നോട്ട് പോകാൻ, അങ്ങനെ നമ്മുടെ ജീവിതം നല്ലൊരു സാക്ഷ്യമായി തീരാൻ ഇടയായിത്തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.